ഹലോ കൂട്ടുകാരെ, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ 10 അണക്കെട്ടുകൾക്ക് പല കാലഘട്ടങ്ങളിലായിട്ട് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച തകരാറുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദിവസങ്ങളോളം നീണ്ടുനിന്ന കനത്ത വെള്ളപ്പൊക്കത്തിന് ശേഷം നിറഞ്ഞു കവിഞ്ഞ് തകർന്നു പോയ കാലിഫോർണിയയിലെ ഒരു ഭീമൻ അണക്കെട്ടിന്റെ മുതൽ ഭാരം താങ്ങാൻ കഴിയാതെ പൊട്ടിത്തകർന്ന 95 വർഷം പഴക്കമുള്ള ബ്രസീലിലെ ഒരു അണക്കെട്ടിന്റെ വരെയുള്ള 10 വലിയ അണക്കെട്ടുകളുടെ ക്യാമറയിൽ പതിഞ്ഞ തകർച്ചകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ സിക്സ്ത് സെൻസ് മലയാളത്തിലെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടിറ്റാബാബസി നദിയുടെ കിഴക്കൻ തീരത്തുള്ള ഒരു ചെറിയ സമൂഹമായിരുന്നു മിഷിഗണിലെ ഈഡൻ വില്ലെ. ഈ പട്ടണത്തിന് ഏകദേശം 1 മൈൽ വടക്കായിട്ടാണ് ഈഡൻ വില്ലെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് ടിറ്റാബാബസിയുടെയും ടുബാക്കോ നദിയുടെയും ഒഴുക്കിനെ തടഞ്ഞുകൊണ്ട് വിക്സാം തടാകത്തെ രൂപീകരിക്കുന്നു. കനത്ത മഴ ഈഡൻ വില്ലെ അണക്കെട്ടിലും പരിസര പ്രദേശങ്ങളിലും പെയ്തിറങ്ങിയതിനെ തുടർന്ന് 2020 മെയ് മാസത്തിൽ ഈ അണക്കെട്ടിന് ഒരു തകരാറ് സംഭവിക്കുന്നു. ശക്തമായ മഴയെ തുടർന്ന് ഡാമിലെ മൺതിട്ടയുടെ കിഴക്കൻ ഭാഗം വിനാശകരമായിട്ടുള്ള രീതിയിൽ തകർന്നുപോയി. ഏകദേശം 10 മൈൽ അകലെയുള്ള സാൻഫോർഡ് അണക്കെട്ടിലേക്ക് ഈ വെള്ളം ഇറങ്ങാൻ തുടങ്ങിയതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കണക്കിലെടുത്ത് ഈഡൻ വില്ലിലെയും സാൻഫോർഡിലെയും താമസക്കാരെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചു. മണ്ണുകൊണ്ടുണ്ടാക്കിയ ഈ അണക്കെട്ടിലൂടെ വെള്ളം ഒഴുകുന്നത് ഒരു താമസക്കാരൻ അയാളുടെ ക്യാമറയിൽ പകർത്തിയെടുത്തു. അണക്കെട്ട് തകരാൻ പോവുകയാണെന്ന് ആ ക്യാമറമാൻ അതിലൂടെ മനസ്സിലായി. ഡാമിലെ ജലത്തിലെ മർദ്ദം ഒടുവിൽ അതിന്റെ ബ്രേക്കിംഗ് പോയിന്റിലേക്ക് ഉയർന്നു വന്നു. ചെളിയും പുല്ലും മുന്നോട്ട് നീങ്ങി. അവസാനം ഡാമിലെ മുഴുവൻ വെള്ളവും ശക്തിയിൽ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അണക്കെട്ടിന്റെ ഈ തകർച്ചയെ സംബന്ധിച്ച് ഒരു സ്വതന്ത്ര ഫോറൻസിക് സംഘം എഴുതിയ 502 പേജുള്ള റിപ്പോർട്ട് പ്രകാരം നിർമ്മാണത്തിലെ പോരായ്മകളും പതിറ്റാണ്ടുകളായിട്ട് തുടരുന്ന മോശം മാനേജ്മെന്റിന്റെയും ഫലമായിട്ടാണ് ഈഡൻ വില്ലെ അണക്കെട്ട് പരാജയപ്പെട്ടതും നാശത്തിന് കാരണമായതെന്നും കണ്ടെത്തി. ഇതിനെ ചുമതലപ്പെട്ടവര് കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ അണക്കെട്ട് പൊട്ടുന്നത് തടയാമായിരുന്നു എന്നവർ വിലയിരുത്തി. മറ്റൊരു അണക്കെട്ടിന്റെ കാര്യമെടുക്കാം. 2019 ജനുവരി 25-നാണ് ബ്രസീലിലെ ബ്രുമഡിഞ്ഞോ അണക്കെട്ട് മുന്നറിയിപ്പില്ലാതെ തകർന്ന സംഭവം ഉണ്ടായത്. 40,000-ലധികം ആളുകൾ താമസിക്കുന്ന തെക്ക് കിഴക്കൻ ബ്രസീലിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ബ്രുമഡിഞ്ഞോ. ചരിത്രത്തിലെ ഏറ്റവും മോശം അണക്കെട്ട് തകർന്ന സംഭവിച്ച സ്ഥലവും കൂടിയാണിത്. ഇവിടെയാണ് കൊറേഡോ ഡി ബിജാവോ എന്ന ഇരുമ്പ് ഖനി സ്ഥിതി ചെയ്യുന്നത്. മറ്റു അണക്കെട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെള്ളം തടഞ്ഞു നിർത്തുന്നതിന് പകരം ബ്രുമഡിഞ്ഞോ അണക്കെട്ടിൽ ടൈലിങ്സ് എന്ന വിഷ ഖനന ഉപോൽപ്പന്നങ്ങളായിരുന്നു തടഞ്ഞു നിർത്തേണ്ടിയിരുന്നത്. അവിടുത്തെ ജീവനക്കാർ ഉച്ചഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഇരുമ്പ് ഖനിയിൽ വൻ മണ്ണിടിച്ചിലുണ്ടായത്. ഇത് പരവപെവ നദിയിൽ എത്തുന്നതിന് മുമ്പ് വനത്തിലൂടെ കിലോമീറ്ററുകളോളം വ്യാപിച്ചു. ക്യാമറ ഫൂട്ടേജുകൾ ആ ദുരന്തത്തിന്റെ നേർക്കാഴ്ചകൾ ഒപ്പിയെടുത്തു. ആ കാഴ്ചകളിൽ കണ്ടത് ഒരു മലഞ്ചെരുവല്ല, ഒരു ടൈൽ ലിങ്ക് ഡാമാണ്. അതാകട്ടെ പരാജയപ്പെടാൻ പോവുകയാണ്. അതിന്റെ മൺമതിൽ തകർന്നതോടെ അത് ശക്തമായിട്ടുള്ള മണ്ണിടിച്ചിലേക്ക് നയിച്ചു. നിമിഷ നേരം കൊണ്ട് അതിന്റെ പാതയിലെ എല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് ജലം മുന്നോട്ട് കുതിച്ചു. ഖനിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെളിയും അവശിഷ്ടങ്ങളും ട്രീ ലൈനിന് മുകളിലൂടെ ഒഴുകി. ഇവിടെ തൊഴിലാളികൾ പെട്ടെന്ന് രക്ഷപ്പെടുമ്പോൾ ചെളിയും അവശിഷ്ടങ്ങളുടെ നിറഞ്ഞ ആ മതിൽ ഭൂപ്രകൃതിക്ക് കുറുകെ നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അടിസ്ഥാനപരമായിട്ട് ഏകദേശം 100 വർഷം പഴക്കമുള്ള ഈ അണക്കെട്ട് നിർമ്മിച്ച ആളുകള് 1920-കളിൽ ഇതിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഒരു കൂട്ടം കുറുക്ക് വഴികൾ സ്വീകരിച്ചിരുന്നു. ഇരുമ്പയിര്, നിക്കല് എന്നിവയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദകരായിട്ടുള്ള വേൽ എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിച്ചിരുന്ന അണക്കെട്ടായിരുന്നു ഇത്. 4 വർഷം മുമ്പ് ബ്രസീലിൽ തന്നെ മരിയാനയിൽ നടന്ന മറ്റൊരു വിനാശകരമായിട്ടുള്ള ഡാം തകർച്ചയ്ക്കും ഉത്തരവാദി അവർ തന്നെയായിരുന്നു. അതിലേക്ക് പിന്നീട് കിടക്കാം. എന്തായാലും ദുഃഖകരമെന്ന് പറയട്ടെ, ബ്രുമഡിഞ്ഞോ ഡാമിന്റെ തകർച്ച 270 പേരുടെ ജീവൻ അപഹരിച്ചു. അണക്കെട്ട് തകരുമ്പോൾ ഉച്ചഭക്ഷണം ആസ്വദിച്ചു കൊണ്ടിരുന്ന വേൽ ജീവനക്കാരായിരുന്നു മരിച്ചവരിൽ അധികവും ഉണ്ടായിരുന്നത്. പിന്നീട് ഏലിയാസ് ന്യൂൺസ് എന്നൊരു മനുഷ്യൻ തന്റെ വേദനിപ്പിക്കുന്ന ആ കഥ BBC-യിൽ അവതരിപ്പിച്ചിരുന്നു. 2021 ഉത്തരാഖണ്ഡും ഒരു വലിയ ഡാം തകർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. ദേവഭൂമി എന്നും ദൈവങ്ങളുടെ നാട് എന്നുമൊക്കെ വിളിക്കപ്പെടുന്ന ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. പ്രദേശത്തുടനീളം ചിതറിക്കിടക്കുന്ന നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഈ വിളിപ്പേര് വന്നതെന്ന് പറയുന്നത്. ഇതൊരു ഹിമാലയൻ സംസ്ഥാനം കൂടിയാണ്. അതായത് അവിടുത്തെ ജനങ്ങൾ ഹിമാലയ പർവ്വതത്തിന്റെ കാരുണ്യത്തിലാണ് കഴിഞ്ഞിരുന്നത്. 2021 ഫെബ്രുവരിയിൽ പർവ്വതങ്ങളുടെ ഉയരത്തിലുള്ള ഗ്രേഷ്യൽ അണക്കെട്ട് പൊട്ടി. അതേ തുടർന്ന് വൻതോതിൽ വെള്ളവും അവശിഷ്ടങ്ങളും താഴെയുള്ള ജലവൈദ്യുത തൊഴിലാളികളിലേക്ക് കുതിച്ചൊഴുകി. നിർഭാഗ്യകരമായിട്ടുള്ള ആ ദിവസത്തിലെ സംഭവങ്ങളിൽ നിന്നും പർവ്വതങ്ങൾ എത്ര ശക്തമാണെന്ന് കാണാൻ കഴിയും. അണക്കെട്ടിന്റെ തകർച്ചയുടെ വിഷ്വൽസിൽ താഴ്വരയിലൂടെ ഒരു കൂട്ടം മേഘങ്ങൾ വരുന്നതായിട്ട് തോന്നി. പക്ഷേ യഥാർത്ഥത്തിൽ അത് പൊടിപടലങ്ങളും അവശിഷ്ടങ്ങളുമായിരുന്നു. അങ്ങനെ മഞ്ഞ് പോലെ തണുത്ത വെള്ളം താഴ്വരയിലൂടെ ഒഴുകി താഴെയുള്ള പ്രദേശത്തെ ആകെ അത് വെള്ളപ്പൊക്കത്തിലാക്കി. ഒരുപക്ഷെ അതിൽ ഏറ്റവും ഭയാനകരമായിട്ടുള്ള ഭാഗം ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് വരുന്ന താഴ്ന്ന അശുഭകരമായിട്ടുള്ള ശബ്ദങ്ങളായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം വെള്ളം താഴ്വരയിലെ ഒരു അണക്കെട്ടിലേക്ക് നീങ്ങി. ഉറപ്പുള്ള കോൺക്രീറ്റിനെ അത് വേഗത്തിൽ തകർത്തു. ഈ ഉരുൾപൊട്ടലിന് കാരണം എന്തെന്ന് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. ചിലർ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറ്റപ്പെടുത്തി, മറ്റു ചിലർ പ്രകൃതി ദുരന്തങ്ങളുടെ ഡോമിനോ ഇഫക്റ്റിനെ കുറ്റപ്പെടുത്തി. ഒടുവിൽ വൻതോതിലുള്ള പാറയും ഹിമപാതവും അണക്കെട്ടിന്റെ പരാജയത്തിനും തുടർന്നുള്ള വെള്ളപ്പൊക്കത്തിനും കാരണമായതായി ജൂണിൽ ഒരു പഠനം സ്ഥിരീകരിച്ചു.
27 ദശലക്ഷം ക്യൂബിക് മീറ്റർ പാറകളും ഹിമപാതങ്ങളുമായിരുന്നു അതിന്റെ പ്രധാന കാരണമായിട്ട് വിദഗ്ധർ കണക്കാക്കിയത്. മഞ്ഞുവീഴ്ചയ്ക്കൊപ്പം അവ ഒരുക്കിയതാണ് വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചതെന്ന് അവർ കണ്ടെത്തി. ഡാം നിർമ്മാണ പദ്ധതികളുടെ കാര്യമെടുത്താൽ കടലാസിൽ മികച്ചതായി തോന്നുന്ന എന്നാൽ ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ലാത്ത നിരവധി മെഗാ പ്രോജക്റ്റുകൾ ഉള്ളതായിട്ട് കാണാം. അമേരിക്കൻ നദിയിൽ വെള്ളപ്പൊക്കത്തിനുള്ള മാർഗമായിട്ട് നിർദ്ദേശിക്കപ്പെട്ട കാലിഫോർണിയയിലെ ഒബണിലുള്ള ഒബൺ കോഫർ ഡാം അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ്. 1950 ഒബൺ അണക്കെട്ട് എന്ന ആശയം ഔദ്യോഗികമായിട്ട് രൂപം കൊണ്ടത്. ഏതാണ്ട് 18 വർഷം എടുത്തു ഇതിന്റെ നിർമ്മാണത്തിന്. ഒടുവിൽ $5.1 മില്യൺ ഡൈവേഷൻ ടണലിലൂടെ അമേരിക്കൻ നദി ഈ മലഞ്ചെരുവിലൂടെ വഴി തിരിച്ചുവിടാൻ തുടങ്ങി. എന്നാൽ ഓബൺ ഡാമിൽ നിന്ന് 50 മൈൽ വടക്കുള്ള സിയറ നെവാഡ പ്രദേശത്ത് 5.7 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഉണ്ടായി. അതോടെ 1975 എല്ലാം നിലച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട അണക്കെട്ട് സമാനമായിട്ടുള്ള ഭൂകമ്പത്തെ അതിജീവിക്കാനാവില്ലെന്ന് എഞ്ചിനീയർമാരും ജിയോളജിസ്റ്റുകളും ആശങ്കാകുലരായി. അതിനാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതുവരെ അവർ കീബോഷിനെ പദ്ധതിയിൽ അതിനെ ഉൾപ്പെടുത്തി. പിന്നീട് 1979 ആയപ്പോഴേക്കും തൊഴിലാളികൾ കളിമണ്ണും മണലും കൊണ്ട് അടിത്തറ കെട്ടി ഒരു അണക്കെട്ട് നിർമ്മിച്ചു. ഒടുവിൽ കാര്യങ്ങൾ ഏകദേശം ശരിയായി തുടങ്ങി. അങ്ങനെ കരുതിയെങ്കിലും 1986 അഭൂതപൂർവമായിട്ടുള്ള മഴ കാര്യങ്ങൾ മാറ്റിമറിച്ചു എന്ന് തെളിയിച്ചു. ഓബൺ കോഫർ അണക്കെട്ടിന്റെ സമ്പന്ന ശേഷിയും ജലം വഴിതിരിച്ചു വിടാനുള്ള ശേഷിയും കവിയുന്ന തരത്തിൽ വെള്ളം പെട്ടെന്ന് നിറഞ്ഞു കവിയാൻ തുടങ്ങി. ഒരു ദുരന്തം ഭയന്ന ഉദ്യോഗസ്ഥർ അണക്കെട്ടുകളിൽ നിന്ന് താഴേക്ക് വെള്ളം തുറന്നുവിടാൻ തുടങ്ങി. അണക്കെട്ടിന് മുകളിലൂടെ അധിക ജലം ഒഴുകിയതിനാൽ അയഞ്ഞ മണ്ണ് പെട്ടെന്ന് ക്ഷയിച്ചു. പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിൽ അത് സംഭവിച്ചു. ഇത് ആദ്യം മറികടന്നുവെങ്കിലും അധികം താമസിയാതെ മണ്ണൊലിപ്പ് റിസർവോയറിലേക്ക് തന്നെ എത്തി. വെള്ളത്തിന്റെ ഉൽപാദന നിരക്ക് വളരെയധികം വർദ്ധിച്ചു. അങ്ങനെ ഫെബ്രുവരി 18 ഉച്ച കഴിഞ്ഞ് 2:30 അത് പകുതിയോളം അണക്കെട്ടും ഇല്ലാതായി. ആത്യന്തികമായിട്ട് ദുരന്തത്തെ അതിജീവിക്കാൻ അണക്കെട്ടിന്റെ ജലനിരപ്പ് താഴ്ത്താൻ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ വലിയ ഒരു ദുരന്തം ഒഴിവായി. ഈ തകർച്ച മികച്ചൊരു പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി. എന്നാൽ 2022 കണക്കനുസരിച്ച് ഓബൺ കോഫർ ഡാം കോടിക്കണക്കിന് ഡോളർ പണച്ചെലവ് വരുത്തുന്ന ഒരു കുഴിയാണ്. അതുകൊണ്ടൊരിക്കലും അത് നിർമ്മിക്കപ്പെടില്ല എന്ന് നിലയിലായി കാര്യങ്ങൾ. മറ്റൊരു അണക്കെട്ടിന്റെ തകർച്ചയെക്കുറിച്ച് പറയട്ടെ. ഏകദേശം 35,000 ആളുകളുള്ള ഹംഗേറിയൻ നഗരമാണ് ഐസിഎ. ബക്കോണി പർവ്വതനിരകളിലെ കുന്നുകളിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. 2010 ഒക്ടോബറിലെ വിനാശകരമായിട്ടുള്ള ഒരു ടെയിലിംഗ് അണക്കെട്ട് പരാജയപ്പെട്ട സ്ഥലമായിരുന്നു ഇത്. ബോക്സൈറ്റ്, അലുമിനിയം ഓക്സൈഡ് ആക്കി സംസ്കരിക്കുന്നതിന്റെ ഉൽപ്പന്നമായിട്ടുള്ള ചുവന്ന ചെളി എന്നറിയപ്പെടുന്ന റെഡ് മഡിന്റെ അവശിഷ്ടങ്ങളെ അവിടുത്തെ അണക്കെട്ടിൽ തടഞ്ഞു. അതോടെ 2010 ഒക്ടോബർ 4 തിങ്കളാഴ്ച അണക്കെട്ടിന്റെ വടക്ക് പടിഞ്ഞാറൻ മൂലകൾ ഓരോന്നായിട്ട് പരാജയപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം 1 ദശലക്ഷം ക്യൂബിക് മീറ്റർ റെഡ് മഡ് നഗരത്തിലേക്കും ഗ്രാമങ്ങളിലേക്കും വിട്ടു. റെഡ് മഡ് ഒരു വിഷരാസ സൂപ്പാണ്. ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത് റേഡിയോ ആക്റ്റീവ് ആകാനും സാധ്യത ഉള്ള ഒന്നാണെന്ന് പറയപ്പെടുന്നു. ഈ അണക്കെട്ടിന്റെ തകർച്ചയുടെ അനന്തരഫലങ്ങൾ നമുക്ക് അറിയേണ്ടതെല്ലാം മനസ്സിലാക്കി തരും. ഈജിപ്ഷ്യൻ പ്ലേഗ് പോലെ തോന്നുന്ന ഈ റെഡ് മഡ് അണക്കെട്ട് തകർത്ത് സംശയാസ്പദമായ രീതിയിൽ പട്ടണത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അവിടുത്തെ തെരുവുകളെ വിഷലിപ്തമായിട്ടുള്ള ഈ ചെളിയിൽ നിന്ന് മോചിപ്പിക്കാൻ നിവാസികൾ അശ്രാന്ത പരിശ്രമം നടത്തി. പക്ഷേ റെഡ് മഡ് അക്ഷരാർത്ഥത്തിൽ എല്ലായിടത്തും വ്യാപിച്ചു. ഇതോടെ ഏതാണ്ട് 80-നും 90-നും ഇടയിൽ ആളുകൾ രാസവസ്തുക്കളുടെ പൊള്ളലേറ്റ് ആശുപത്രിയിലായി. ആ വെള്ളപ്പൊക്ക പ്രദേശത്തുടനീളം 10 ജീവൻ അപഹരിച്ചു. അടുത്ത ദിവസം അധികാരികൾ പ്ലാന്റിലെ ഉൽപാദനം നിർത്തി അണക്കെട്ട് നന്നാക്കാൻ ഉത്തരവിട്ടു. ബുധനാഴ്ചയോടെ വാരാന്ത്യത്തിൽ ഉൽപാദനം പുനരാരംഭിക്കണമെന്ന് കമ്പനി ചെയർമാൻ പറഞ്ഞു. വെള്ളിയാഴ്ച പ്ലാന്റ് വീണ്ടും തുറന്നു. ഇതിനെ തുടർന്ന് പ്ലാന്റ് മേധാവിയുടെയും മറ്റ് 14 ജീവനക്കാരും ശിക്ഷിക്കപ്പെട്ടെങ്കിലും 2016 അശ്രദ്ധ ആരോപിച്ച് ഇവരെ കുറ്റവിമുക്തരാക്കി. ഇത് പ്രദേശവാസികൾക്കിടയിൽ രോഷത്തിന് കാരണമാവുകയും ചെയ്തു. ഇനി നമുക്ക് ചൈനയിലെ ഒരു അണക്കെട്ടിന്റെ കാര്യത്തിലേക്ക് വരാം. ചൈനയിലെ സിജുവാൻ, ഡാഡോ, മിങ് നദികൾക്ക് സമീപമുള്ള ഒരു പ്രിഫെക്ചർ ലെവൽ നഗരമാണ് ലുഷാൻ. 3 ദശലക്ഷത്തിലധികം ആളുകൾ ഈ നഗരത്തിൽ താമസിക്കുന്നുണ്ട്. ഇത് ചിക്കാഗോയ്ക്കും ലോസ് ആഞ്ചലസിനും ഇടയിലാണ്. 8-ാം നൂറ്റാണ്ടിൽ പർവ്വതത്തിൽ കൊത്തിയുണ്ടാക്കിയ ഭീമാകാരമായിട്ടുള്ള ഒരു ബുദ്ധ പ്രതിമയും ലൂഷനിലുണ്ട്. ഈ മധ്യ ചൈനീസ് ഭാഗത്ത് കനത്ത മഴയിൽ മണ്ണിടിച്ചിലിന് വളരെ സാധ്യതയുണ്ട്. ഈ മഴ വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചു. ഇവിടെ 2019 ജൂലൈയിൽ വൻ മണ്ണിടിച്ചിലിൽ മലയിടിഞ്ഞ് താഴെയുള്ള അണക്കെട്ട് തകർന്നപ്പോൾ റോഡ് തൊഴിലാളികൾ ജീവനും കൊണ്ട് ഓടി. 2020 ആയതോടെ വെള്ളപ്പൊക്കം കൂടുതൽ വഷളായി. സിജുവാൻ പ്രവിശ്യയിലെ പ്രവർത്തകർ ഭീമാകാരമായിട്ടുള്ള ബുദ്ധ പ്രതിമയെ രക്ഷിക്കാൻ ഓടിയെത്തി. ആ സമയം അതിന്റെ കാൽവിരലുകൾ വരെ വെള്ളത്തിലായിരുന്നു. 1200 വർഷം പഴക്കമുള്ള ഈ തിരിശേഷിപ്പാകട്ടെ 1949 മുതൽ ഇത്രയും ഉയർന്ന ജലം കണ്ടിട്ടേയില്ലായിരുന്നു. 2013 ഡിസംബറിൽ സ്ഥാപിതമായിട്ടുള്ള ലാവോസിലെ ഒരു പുതിയ പ്രവിശ്യയായിട്ടുള്ള സായി സൻ ബണ്ണിലും ഒരു അണക്കെട്ട് തകർച്ച നടന്നു. 2013 മുമ്പ് സൈന്യം മുതലെടുക്കാൻ ശ്രമിച്ച ഈ പ്രദേശം സംഘർഷത്തിന്റെ കേന്ദ്രമായിരുന്നു. 2017 സെപ്റ്റംബർ 11 ദിവസങ്ങളോളം പെയ്ത കനത്ത മഴയ്ക്ക് ശേഷം അവിടുത്തെ നാം ആവോ അണക്കെട്ട് പൊട്ടിയതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. വെള്ളപ്പൊക്കത്തിൽ കർഷകരുടെ മുഴുവൻ കൃഷികൾ നശിച്ചുപോയി. മലഞ്ചെരുവുകളിൽ നിന്ന് ചില കാഴ്ചക്കാർ അന്ന് വെള്ളത്തിന്റെ ശക്തി കണ്ടു. ചെളി നിറഞ്ഞ വെള്ളം നദിയിലൂടെ ഒഴുകി. ഒടുവിൽ
ജോലി സ്ഥലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്തു. അവരുടെ പ്രയത്നങ്ങൾ കാര്യമായി പ്രയോജനപ്പെട്ടില്ല. കാരണം വെള്ളം വേഗത്തിൽ അവരുടെ കാറുകളെ ഒഴുക്കിക്കൊണ്ടുപോയി. ആ വെള്ളപ്പൊക്കം അവർക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. 2 വർഷം പിന്നിട്ടിട്ടും പ്രളയം ബാധിച്ച അവിടുത്തെ 60 കുടുംബങ്ങൾ ഇപ്പോഴും നഷ്ടപരിഹാരത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ബ്രസീലിലെ ബ്രുമഡിഞ്ഞോ അണക്കെട്ട് തകരുന്നതിന് 4 വർഷം മുമ്പ് ബ്രസീലിലെ മരിയാനയിലെ മറ്റൊരു ടെയിലിംഗ് ഡാമിന്റെ പരാജയത്തിന് ഇതേ കമ്പനി ഉത്തരവാദിയായിരുന്നുവെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിലേക്ക് കിടക്കാം. 2015 നവംബർ 5-ന് അവിടുത്തെ ഇരുമ്പയിര് ഖനന സമുച്ചയത്തിലെ അണക്കെട്ട് പൊട്ടി 43.7 ദശലക്ഷം ക്യൂബിക് മീറ്റർ ടോക്സിക് ടൈലിങ്ങിന് പുറത്തുവിട്ടു. ഈ ചെളി ഡോസ് നദിയെ ബാധിക്കുകയും ഒടുവിൽ നിരവധി ജലപാതകളിലൂടെ 425 മൈൽ സഞ്ചരിക്കുകയും ചെയ്തു. 17 ദിവസങ്ങൾക്ക് ശേഷം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പോലും ഈ ചെളിയെത്തി. അപ്പോഴേക്കും കേടുപാടുകൾ ഏകദേശം തീർന്നിരുന്നു. എന്നാൽ മലിനമായ ജലവിതരണങ്ങളാൽ അവശേഷിക്കുന്ന പട്ടണങ്ങളും ഗ്രാമങ്ങളും ഡോസ് നദിയുടെ സമീപം പ്രതിസന്ധിയിലായി. അതുകൂടാതെ ആ വെള്ളപ്പൊക്കത്തില് 19 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതോടെ ബെൻഡോ റോഡ്രിഗസ്, പരാകാറ്റു ഡോ ബെയ്സോ എന്നീ ഗ്രാമങ്ങൾ നാശനഷ്ടങ്ങളുടെ ആഘാതം ഏറ്റുവാങ്ങി. ബെൻഡോയ്ക്ക് മാത്രം നടപ്പാതയില്ലാതെ ബാക്ക് റോഡുകളിലൂടെ ആക്സസ് ചെയ്യാൻ കഴിയുമായിരുന്നുവെങ്കിലും അസാധാരണമായിട്ടുള്ള രീതിയിൽ ചെളിയും മണ്ണും നിറഞ്ഞതോടെ അഗ്നിശമന സേനാംഗങ്ങൾക്ക് ആരെയും രക്ഷിക്കാൻ പട്ടണത്തിൽ പ്രവേശിക്കാനായില്ല. സമർക്കോ എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ ഡാം. ഓസ്ട്രേലിയൻ ഖനന കമ്പനിയായിട്ടുള്ള വെയിലിന്റെയും BHP ബിലിറ്റന്റെയും സംയുക്ത ഉടമസ്ഥതയിലാണ് സമർക്കോ പ്രവർത്തിച്ചിരുന്നത്. 1 വർഷത്തിന് ശേഷം സർക്കാർ 21 സമർക്കോ എക്സിക്യൂട്ടീവുകൾക്കെതിരെ നരഹത്യയും പരിസ്ഥിതി നാശവും ചുമത്തി. എന്നാൽ പിന്നീട് 2013 ചോർന്നു പോയ റിപ്പോർട്ടിൽ അണക്കെട്ടിന്റെ ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൂചിപ്പിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്തു. ഉസ്ബെക്കിസ്ഥാനെ വിഭജിക്കുന്ന 12 പ്രദേശങ്ങളിൽ ഒന്നാണ് സിർദാരിയോ. സിർദാരിയ നദിയുടെ ഇടത് കരയിൽ സ്ഥിതി ചെയ്യുന്ന സർദോബ റിസർവോയർ ഡാമിലും 2020 മെയ് 1-ന് ഒരു തകർച്ച സംഭവിച്ചിരുന്നു. 8,60,000-ലധികം ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് ഇത്. ഇതിലെ കിർഗിസ്ഥാൻ പർവ്വതനിരകളിൽ നിന്ന് 1,400 മൈൽ ഒഴുകി ആറാൽ കടലിലേക്ക് എത്തുകയും പിന്നീട് ജലം റിസർവോയറിനുള്ളിൽ നിലനിർത്തുകയും ചെയ്യും. ചുറ്റുമുള്ള ഏകദേശം 922 ദശലക്ഷം ക്യൂബിക് മീറ്റർ കൃഷിയിടങ്ങളിലും പരുത്തി വയലുകളിലും ജലസേചനത്തിനായിട്ട് ഈ ജലം ഉപയോഗിച്ചിരുന്നു. എന്നാൽ അണക്കെട്ട് പരാജയപ്പെട്ടപ്പോൾ ആ വെള്ളമെല്ലാം വയലുകളിലേക്ക് ഒഴുകി. വടക്കൻ കസാഖിസ്ഥാൻ അതിർത്തി വരെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. സർദോബ അണക്കെട്ട് തകർന്ന സ്ഥലത്ത് ക്യാമറ സൂം ഇൻ ചെയ്യുമ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതും കൃഷിയിടങ്ങളിലെ വെള്ളപ്പൊക്കവും കാണാൻ കഴിയും. മിക്ക വീടുകളും ഉരുകിയ ലോഹ കൂമ്പാരങ്ങൾ പോലെ തോന്നിച്ചിരുന്നു. 5 ദിവസത്തെ ശക്തമായ കൊടുങ്കാറ്റിൽ ഡാമിന്റെ ഭിത്തികളിൽ ഒന്ന് തകർന്ന് സമീപത്തെ പരുത്തിത്തോട്ടങ്ങളിലേക്ക് വെള്ളം ഒഴുകി. അത് തടയാൻ അധികാരികൾ ഗൊലസ്നോ ടോപെസ്കി കനാലിലേക്ക് ഒരു ഗേറ്റ് തുറന്നു. തടാകങ്ങളിലേക്കും തണ്ണീർത്തടങ്ങളിലേക്കും വെള്ളം ഒഴുകുമെന്നായിരുന്നു അവർ ചിന്തിച്ചത്. പക്ഷെ വെള്ളം കനാൽ കവിഞ്ഞൊഴുകുകയും വെള്ളപ്പൊക്കം കൂടുതൽ വഷളാവുകയും ചെയ്യുകയുണ്ടായി. പിന്നീട് ഉസ്ബെക്കിസ്ഥാന്റെ സാമ്പത്തിക മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് അണക്കെട്ട് നന്നാക്കാൻ 1.5 ട്രില്യൺ സോം അല്ലെങ്കിൽ $400 മില്യൺ ചെലവാകുമെന്ന് കണ്ടെത്തി. അടുത്ത അണക്കെട്ട് തകർച്ച നടന്നത് വടക്കൻ വെർമോണ്ടിലെ പെസുംസിക് നദിയിലെ തീരത്തുള്ള ഒരു ചെറിയ പട്ടണമായിട്ടുള്ള സെന്റ് ജോസ്ബറി അഥവാ സെന്റ് ജെയിലാണ്. 2006-ലാണ് നാഷണൽ ജിയോഗ്രഫിക്ക് ഇതിനെ മികച്ച ചെറിയ പട്ടണമായിട്ട് തെരഞ്ഞെടുത്തിരുന്നത്. ഒരു ദിവസം തോമസ് നോവിക്കി എന്ന ആള് തന്റെ പ്രഭാത സവാരിക്കായിട്ട് പുറപ്പെട്ടപ്പോൾ അവിടുത്തെ നദി പതിവിലും കൂടുതൽ വീർപ്പുമുട്ടുന്നതായിട്ട് കാണപ്പെട്ടു. പെട്ടെന്ന് എവിടെ നിന്ന് ഒരു ജലപ്രവാഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് ചിത്രീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഐസും വെള്ളവും നിറഞ്ഞ ഒരു വലിയ തിരമാല നദിയിലൂടെയും ഒരു പാലത്തിനടിയിലൂടെയും ഒഴുകുന്നതായി കണ്ടു. ആദ്യം അതത്ര കാര്യമായിട്ട് തോന്നിയില്ലെങ്കിലും വെള്ളം വന്ന് നിന്നില്ല. വെള്ളം ഉയരാൻ തുടങ്ങിയതോടെ ടോം കുറച്ച് പിന്നോട്ട് ആഞ്ഞു. ഐസ് ജാം എന്നറിയപ്പെട്ടിരുന്ന ഒരു ഐസ് അണക്കെട്ട് മുകൾ തട്ടിലേക്ക് പൊട്ടി. ഒരിക്കൽ തടഞ്ഞു വെച്ചിരുന്ന നദിയിലെ വെള്ളമെല്ലാം അത് തുറന്നുവിട്ടു. താപനില ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോൾ ഐസിന് സാവധാനം ഒഴുകാൻ കഴിയും. ഇത് വെള്ളത്തിനെ ഒരു ന്യായമായിട്ടുള്ള വേഗത്തിൽ ഒഴുകാൻ സഹായിക്കും. എന്നാൽ താപനില ക്രമാതീതമായിട്ട് ഉയർന്നാൽ ഐസ് അതിവേഗം ഉരുകാൻ തുടങ്ങും. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദവും എന്റർടൈനിങ്ങും ഫണ്ണുമായിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് സിക്സ്ത് സെൻസ് മലയാളം വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക്. അതുവരേക്കും SSM നിങ്ങളോട് ടാറ്റ പറയുകയാണ്. ടാറ്റ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.